Hello friends, welcome back to my channel. ഞാനിന്ന് വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ SCERT ബേസിക് സയൻസ് പാർട്ട് 2ലെ 7ാമത്തെ ചാപ്റ്ററുമായിട്ടാണ് ആകർഷിച്ചും വികർഷിച്ചും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ കാന്തങ്ങളെ പറ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതില് PSCക്ക് പഠിക്കേണ്ട ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ആകർഷിക്കുന്നവയും ആകർഷിക്കാത്തവയും എന്നതാണ്. അപ്പൊ ഇവിടെ കുറച്ച് വസ്തുക്കൾ തന്നിട്ടുണ്ട്. വിജാഗിരി, വിവിധ നാണയങ്ങൾ, സ്ക്രൂ ഡ്രൈവർ, കോമ്പസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം, അലുമിനിയം കമ്പി, ചെമ്പ് കമ്പി, പേന, റബ്ബർ, ചില്ല്, സ്പൂൺ, ജം ക്ലിപ്പ്, പ്ലാസ്റ്റിക്. അപ്പൊ ഇതില് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ ഏതാണ്, കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ ഏതാണ്, അപ്പൊ അതറിയണമെങ്കിൽ ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നും ആകർഷിക്കാത്തവയെ അകാന്തിക വസ്തുക്കൾ അഥവാ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നും പറയുന്നു. അപ്പൊ കാന്തിക വസ്തുക്കൾ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളാണ്. ഓർത്തിരിക്കുക, ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക്. അപ്പൊ ഈ മോളിൽ തന്നേക്കുന്ന വസ്തുക്കളിൽ ഏതെല്ലാമാണ് കാന്തിക വസ്തുക്കൾ എന്ന് നോക്കാം. അപ്പൊ അതിന് ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ചില നാണയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഫെറാറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ്. മുട്ടുസൂചി, സേഫ്റ്റി പിൻ എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ, നിക്കൽ എന്നിവ ഉപയോഗിച്ചാണ്. വിജാഗിരി, ആണി, ഇൻസ്ട്രുമെന്റ് ബോക്സ്, കത്തി, വെട്ടുകത്തി എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പ്, ഉരുക്ക് എന്നിവ കൊണ്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യം എന്താണ്? ഇരുമ്പ്, ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളല്ലേ? അപ്പം ഏതൊക്കെയാണ് ആ ലിസ്റ്റിലെ കാന്തിക വസ്തുക്കള്? വിജാഗിരി, ആണി, ഇൻസ്ട്രുമെന്റ് ബോക്സ്, കത്തി, വെട്ടുകത്തി. പിന്നെ പഠിച്ചായിരുന്നു നിക്കൽ ഒരു കാന്തിക വസ്തുവാണ്. അപ്പൊ നിക്കൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മുട്ടുസൂചി, സേഫ്റ്റി പിൻ എന്നിവ എന്താകർഷിക്കും? കാന്തം ആകർഷിക്കും. ചില നാണയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫെറാറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ്. അപ്പം അതും കാന്തിക വസ്തുവാണ്. അപ്പൊ ഈ ലിസ്റ്റിൽ നിന്നും കാന്തിക വസ്തുക്കൾ ഏതാണെന്ന് മനസ്സിലായി. അപ്പം ഇനി കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്? പേന, റബ്ബർ, ചില്ല്, സ്പൂൺ, പ്ലാസ്റ്റിക്. ഇതൊന്നും കാന്തം ആകർഷിക്കത്തില്ല. ഓർത്തിരിക്കുക. ഇനി അടുത്ത പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ് കാന്തം കണ്ടെത്തിയ കഥ. കാന്തം എങ്ങനെയാണ് കണ്ടെത്തിയത്? ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന ആട്ടിടയൻ സമീപത്തുള്ള കുന്നിൻ പ്രദേശത്ത് ഒരു വടിയും കുത്തിപ്പിടിച്ച് ആടുകളെ മേച്ച് നടക്കുകയായിരുന്നു. ഒരു പാറ ചവിട്ടിക്കേറുമ്പോൾ പെട്ടെന്ന് വടി പാറയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നി. വടിയുടെ അറ്റത്ത് ഉറപ്പിച്ചിരുന്ന ഇരുമ്പിനെയാണ് പാറ ആകർഷിച്ചത്. ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ലോഡ് സ്റ്റോൺ ആയിരുന്നു ആ പാറ. പിന്നീട് ഇത്തരം പാറകളെ ഗ്രീക്കുകാർ എന്ത് പേരിട്ട് വിളിച്ചു? മാഗ്നറ്റൈറ്റ് എന്ന പേരിട്ട് വിളിച്ചു. ഇത് പ്രകൃതിയിലെ കാന്തങ്ങളാണ്. അപ്പൊ പ്രകൃതിദത്തമായ കാന്തമാണ് മാഗ്നറ്റൈറ്റ്. പിന്നെ പിൽക്കാലത്ത് ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങിയ കാന്തമായതുകൊണ്ട് ഇത്തരം കാന്തങ്ങളെ കൃത്രിമ കാന്തങ്ങൾ എന്നാണ് വിളിച്ചത്. അപ്പോൾ മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ള കാന്തമാണ്. അല്ലാതെ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയ കാന്തങ്ങൾ ഇരുമ്പ്, ഉരുക്ക് എന്നിവ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ ഒരു എക്സ്ട്രാ പോയിന്റ് പറയുന്നുണ്ട്. കാന്തം കണ്ടെത്തിയ കഥ. ഗ്രീക്കുകാർ കാന്തം കണ്ടെത്തിയ അതേ കാലത്ത് തന്നെ ചൈനക്കാരും കാന്തം കണ്ടെത്തിയിരുന്നു. ചില വസ്തുക്കളെ ആകർഷിക്കുന്നതിന് പുറമെ സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുമ്പോൾ കാന്തം ഒരേ ദിശയിൽ തന്നെ സ്ഥിതി ചെയ്തിരുന്നതായും ആര് കണ്ടെത്തി? ചൈനക്കാർ കണ്ടെത്തി. ഗ്രീക്ക് തത്വചിന്തകൻ അരിസ്റ്റോട്ടിലും കാന്തത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സുശ്രുതൻ ഓപ്പറേഷന് കാന്തം ഉപയോഗിച്ചിരുന്നു. ഇത് എക്സ്ട്രാ ഫാക്ട്സ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അടുത്ത് നോക്കാം, വ്യത്യസ്ത ഇനം കാന്തങ്ങൾ. അപ്പൊ കാന്തങ്ങൾ ഒരേ ടൈപ്പ് അല്ലല്ലോ. അപ്പൊ ഏതൊക്കെ ഇനം കാന്തങ്ങളുണ്ട്? ബാർ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, ആർക്ക് കാന്തം, സിലിണ്ട്രിക്കൽ കാന്തം. ഇനി ഇരുമ്പിന്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അൽനിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അതായത് കൃത്രിമമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഒരു ലോഹസങ്കരമാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ പേരാണ് അൽനിക്കോ. അതിൽ എന്തൊക്കെയാ ഉള്ളത്? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, പിന്നെ അതിന്റെ കൂടെ ഇരുമ്പും കൂടി. പിന്നെ നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് SCERTയിൽ മാത്രമുള്ള ഒരു പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. അതുകൊണ്ട് നിയോഡിമിയം, സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇനി ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്, നോക്കാം. കാന്തം നിർമ്മിക്കാൻ
അൽനിക്കോ എന്ന കൂട്ടുലോഹം ഉപയോഗിച്ചാണ് സാധാരണയായി സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ഇരുമ്പ് 63% ഉണ്ട്, നിക്കൽ 20%, അലുമിനിയം 12%, കൊബാൾട്ട് 5% എന്നീ അനുപാതത്തിൽ ചേർത്താണ് അൽനിക്കോ ലോഹസങ്കരം നിർമ്മിക്കുന്നത്. ലോഹസങ്കരമായതിനാൽ തുരുമ്പിക്കില്ല എന്നതാണ് അൽനിക്കോയുടെ സവിശേഷത. അപൂർവ ലോഹങ്ങളായ അതായത് റെയർ എർത്ത് മെറ്റൽസ് ആയ സമേറിയം, നിയോഡിമിയം എന്നിവയും ഇന്ന് കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സമേറിയം കൊബാൾട്ട് കൂട്ടുലോഹം ഉപയോഗിച്ചുള്ള കാന്തവും നിയോഡിമിയം അയൺ ബോറോൺ അതായത് NeFeB കാന്തങ്ങളും ഇന്ന് വ്യാപകമായി പ്രചാരത്തിലുണ്ട്. ശക്തിയേറിയ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കണേ. അൽനിക്കോയില് ഇരുമ്പ് എത്ര ശതമാനം, നിക്കൽ എത്ര ശതമാനം, അലുമിനിയം എത്ര ശതമാനം, കൊബാൾട്ട് എത്ര ശതമാനം. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് തിരിച്ചു പോവാം. കാന്തങ്ങളുടെ ഉപയോഗങ്ങൾ. അപ്പൊ കാന്തങ്ങൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? TV, റേഡിയോ, മൈക്ക് സെറ്റിന്റെ വേറൊരു പേര് കൊടുത്തേക്കുന്ന പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്നാണ്. തുടങ്ങിയവയിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന എന്താണ്? സ്പീക്കറുകളാണ്. സ്പീക്കറുകളിൽ കാന്തം ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോണിലും ഹെഡ്ഫോണിലും എല്ലാം കാന്തങ്ങൾ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഉപകരണത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് അതിൽ ഉപയോഗിക്കുന്ന കാന്തത്തിന്റെ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസമുണ്ട്. അറിയാലോ. മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് ചാപ അഥവാ ആർക്ക് രൂപത്തിലുള്ള കാന്തങ്ങളോ റിംഗ് ട്യൂബ് കാന്തങ്ങളോ ആണ് യോജിക്കുക. മിനി മോട്ടറിലെ ഏതാണ്? ചാപ രൂപത്തിലോ റിംഗ് ട്യൂബ് രൂപത്തിലോ ആയിരിക്കും കാന്തങ്ങൾ ഇരിക്കുന്നത്. ആ രൂപത്തിലുള്ള കാന്തങ്ങളായിരിക്കും ഇതിന് യോജിക്കുന്നത്. ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഇരുമ്പ് പൊടി ശേഖരിക്കാൻ. അത് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. അതായത് കാന്തം ഒരു വെള്ള തുണിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് മണ്ണിലൂടെ വലിച്ചഴയ്ക്കുക. അപ്പോൾ കറുത്ത പൊടികൾ അതിലെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അതാണ് ഇരുമ്പ് പൊടി. ഇവിടെ പിന്നെ എന്താണ്, ഇരുമ്പ് പണികൾ നടക്കുന്ന വർക്ക്ഷോപ്പിൽ നിന്നും ഇതുപോലെ ഇരുമ്പ് പൊടി ശേഖരിക്കാൻ. അത് കുട്ടികൾക്കുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്, അതൊന്നും നമുക്ക് വേണ്ട. ഇനി പറഞ്ഞേക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ്. അതായത് ഒരു ചാർട്ട് പേപ്പറിൽ കുറച്ച് ഇരുമ്പ് പൊടി വിതറിയിട്ട് ഒരു കാന്തം ഇങ്ങനെ കെട്ടിത്തൂക്കിയിടണം. അപ്പോൾ കാന്തത്തിന്റെ 2 ധ്രുവങ്ങളിലായിട്ടാണ് ഈ ഇരുമ്പ് പൊടി പറ്റിപ്പിടിക്കുന്നത്. അപ്പൊ കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ അഥവാ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നു. ഈ നടുക്കൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഈ 2 അറ്റത്ത് മാത്രമാണ് ഈ ഇരുമ്പ് പൊടി ഒട്ടിപ്പിടിക്കുന്നത്. ആ അഗ്രഭാഗങ്ങളെ പറയുന്ന പേരാണ് കാന്തിക ധ്രുവങ്ങൾ അഥവാ മാഗ്നറ്റിക് പോൾസ്. അപ്പൊ ഇത് നമ്മൾ ബാർ മാഗ്നറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റിംഗ് മാഗ്നറ്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം വൃത്തം, യു മാഗ്നറ്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. വൃത്തം, റിംഗ്, യു തുടങ്ങിയ ആകൃതിയിലുള്ള കാന്തങ്ങൾ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞപ്പോഴും ഈ 2 അഗ്രഭാഗത്ത് മാത്രമാണ് എന്ത് ഒട്ടിപ്പിടിച്ചത്? ഈ ഇരുമ്പ് പൊടി ഒട്ടിപ്പിടിച്ചത്. ഇനി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൺക്ലൂഷൻ മാത്രം പഠിച്ചാൽ മതി. കാന്തം തൂക്കിയിട്ടാൽ അത് ഏത് ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്നത്? സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. തെക്ക്, സൗത്ത്, നോർത്ത് ദിശയിലായിരിക്കും സ്വതന്ത്രമായി കെട്ടിത്തൂക്കിക്കുന്ന കാന്തം സ്ഥിതി ചെയ്യുന്നത്. ഇനി കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് നാം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? കപ്പൽ യാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കുന്നതിന്, കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കുന്നത്, ഇതൊക്കെ നമ്മൾ കോമ്പസ് ഉപയോഗിക്കത്തില്ലേ? അപ്പോൾ അത് ഈ ഒരു തത്വം വെച്ചിട്ടാണ് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് ധ്രുവങ്ങൾ അടുക്കുമ്പോൾ, അതായത് ഈ പോൾസ് അടുത്ത് വരുമ്പോൾ എന്തൊക്കെയാണ്? പണ്ടേ പഠിച്ചിട്ടുള്ള പോയിന്റ് ആണ്. കാന്തത്തിന്റെ ഒരേതരം ധ്രുവങ്ങളെ പറയുന്ന പേര് സജാതീയ ധ്രുവങ്ങൾ. വ്യത്യസ്ത ഇനം ധ്രുവങ്ങളെ വിജാതീയ, വിജാതീയ എന്ന് പറയുന്നു. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, വികർഷിക്കും. പിന്നെ ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ, വിജാതീയ ധ്രുവങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ആകർഷിക്കും. അപ്പൊ ഇവിടെ 3 ഫോട്ടോസ് തന്നിട്ടുണ്ട്. ഇവിടെ 2 കാന്തങ്ങൾ ചേർത്ത് വെച്ചേക്കുവാണ്. ഇവിടെ നോർത്ത് പോളും അടുത്ത് വന്നിരിക്കുന്നു, സൗത്ത് പോളും അടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ ഇത് എന്ത് ചെയ്യും? സജാതീയ ധ്രുവങ്ങളല്ലേ, അപ്പൊ അത് വികർഷിക്കും, റിപ്പൽ ചെയ്യും. ഇവിടെയോ സൗത്തും നോർത്തും ഓപ്പോസിറ്റ് പോൾസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇവിടെ ആണെങ്കിലോ സൗത്തും നോർത്തും അട്രാക്ട് ചെയ്യും. ഇവിടെ സൗത്തും നോർത്തും അട്രാക്ട് ചെയ്യും. നോർത്തും അതായത് ഒരുപോലത്തെ സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? വികർഷിക്കും, റിപ്പൽ ചെയ്യും. ഇവിടെയും സൗത്തും ആണ്, വികർഷിക്കും. അത്രയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അറിയാന്നുള്ള കാര്യമാണ്. ഇനി കാന്തം നിർമ്മിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് കൊടുത്തേക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അത് ഒന്നുമില്ല, ഒരു മൊട്ടുസൂചി, ഒരു സൂചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കാന്തം ഒരേ ദിശയിൽ അങ്ങോട്ട്, ഈ സൂചിയുടെ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 10-15 പ്രാവശ്യം, 15 മുതൽ 20 പ്രാവശ്യം ഉരസണം.
അപ്പോൾ ഈ സൂചിക്ക് ഒരു കാന്തിക ശക്തി കിട്ടും. അപ്പം ഈ സൂചി ഒരു കാന്തത്തെ പോലെ ആക്ട് ചെയ്യും, വസ്തുക്കളെ അട്രാക്ട് ചെയ്യും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കാന്തത്തിന്റെ ഒരു ധ്രുവം കൊണ്ട് മാത്രം ഉരസുക, ഒരേ ദിശയിലേക്ക് മാത്രമായിരിക്കും ഉരസേണ്ടത്. അത്രയേ ഉള്ളൂ, അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇതേ രീതിയിൽ ബ്ലേഡിനെയും കാന്തമാക്കി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്ത് ഈ ബ്ലേഡിനെ കാന്തമാക്കി മാറ്റിയതിനു ശേഷം ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്ത് ഈ ബ്ലേഡിനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും വിധം മെല്ലെ വെക്കുക. അപ്പൊ നിശ്ചലമാകുമ്പോൾ ബ്ലേഡ് തെക്ക് വടക്ക് ദിശയിലായിരിക്കും വരുന്നത്. അപ്പൊ അതിനർത്ഥം എന്താ? അതിനൊരു കാന്തിക ശക്തി കിട്ടി. അപ്പം കാന്തങ്ങളല്ലേ തെക്ക് വടക്ക് ദിശയിൽ കിടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആകർഷണത്തിന്റെ പരിധി, അതായത് അട്രാക്ട് ചെയ്യുന്ന ഒരു പരിധി ഉണ്ടല്ലോ, അടുത്തോട്ട് വരുമ്പോഴായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. ഇതിപ്പം ഒരു കാന്തിക ഒരു മൊട്ടുസൂചിയാണ്, ഒരു കാന്തമാണ്. ഈ കാന്തം ഈ സ്കെയിൽ വഴി നമ്മൾ ഇങ്ങോട്ട് നീക്കുകയാണ്. അപ്പം ഈ മൊട്ടുസൂചി അടുത്തേക്ക് വരുമ്പോഴായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. ദൂരെ പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യത്തില്ല. അതായത് ഈ കാന്തം ഇതിന്റെ അടുത്തോട്ട് വരുമ്പോൾ മൊട്ടുസൂചി ഒന്ന് ആടാൻ തുടങ്ങും. മനസ്സിലായില്ല? അപ്പൊ അതായത് ഇത് കാന്തിക മണ്ഡലത്തിലാണ് എന്ന് പറയാം, അഥവാ മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്ന് പറയാം. ദൂരോട്ട് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ വെളിയിലായതുകൊണ്ട് ഈ മൊട്ടുസൂചി അനങ്ങത്തില്ല. ആ കൺക്ലൂഷൻ ഇവിടെ പറയുന്നുണ്ട്. കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവുമായിരിക്കും. കാന്തത്തിനു ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ എന്തു പറയും? കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ? ഇനി കാന്തങ്ങൾ ശേഖരിക്കാൻ എവിടെയൊക്കെ കാന്തങ്ങളുണ്ട്? കളിപ്പാട്ടങ്ങൾ, ചില വാനിറ്റി ബാഗുകൾ, പേഴ്സ് തുടങ്ങിയവയിൽ കാന്തങ്ങളുണ്ട്. ഉപയോഗശൂന്യമായ കളിപ്പാട്ടങ്ങളിലും സ്പീക്കറുകളിലും മിനി മോട്ടോറിലും എല്ലാം കാന്തങ്ങളുണ്ട്. അത് ഉപയോഗിച്ചൊരു കളിപ്പാട്ടം നിർമ്മിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം? ഒട്ടിച്ചേരുന്ന പാവ ഉണ്ടാക്കാം, ഒരു ഭാഗത്ത് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന പക്ഷിയെ ഉണ്ടാക്കാം, അരി കാണുമ്പോൾ ഓടി വരുന്ന മത്സ്യത്തെ ഉണ്ടാക്കാം, തെക്കോട്ട് ചൂണ്ടി നിൽക്കുന്ന കൈ, ഇങ്ങനെ കുറെ ഉപകരണങ്ങളൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ നിർമ്മിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഇനി ഇതിലെ എക്സസൈസിൽ ഒരു 2-3 കാര്യങ്ങൾ. 2 ബാർ കാന്തങ്ങൾ ആകർഷിച്ചു നിൽക്കുന്നു. ഒരു ധ്രുവം അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ബാക്കി ധ്രുവം അടയാളപ്പെടുത്തുക. അപ്പൊ ഇവിടെ സൗത്ത് ആണെങ്കിൽ ആകർഷിക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ കാന്തത്തിൽ എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. പിന്നെ പറയുന്നത് താഴെ കൊടുത്തവയിൽ ഏത് കാന്തമാണ് സ്പീക്കറിൽ ഉപയോഗിക്കുന്നത്? റിംഗ് കാന്തമാണ് സ്പീക്കറിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ചാപ്റ്ററുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്